നമസ്കാരം. സാംസ്കാരിക വാർത്തകൾ. ജിദ്ദ ചരിത്ര മേഖലയിൽ ഏകദേശം 25,000 പുരാവസ്തുക്കളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതായി ഹിസ്റ്റോറിക് ജിദ്ദ പ്രോഗ്രാം അധികൃതർ വ്യക്തമാക്കി. 4 ഇടങ്ങളിൽ നിന്നാണ് പുരാവസ്തുക്കൾ കണ്ടെത്തിയത്. ഉസ്മാൻ ബിൻ അഫ്വാൻ പള്ളി, അൽ ഷുന, കിഴക്കൻ കിടങ്ങിന്റെയും വടക്കൻ മതിലിന്റെയും ഭാഗങ്ങൾ എന്നിവ ഉൾപ്പെടെയാണിത്. ഹിജ്റ 1ഉം 2ഉം നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടതിന്. കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാൻ പ്രഖ്യാപിച്ച ജിദ്ദ ചരിത്ര മേഖല പുനരുദ്ധാരണ പദ്ധതിയുടെ ഭാഗമായി നടത്തിയ കണ്ടെത്തലിന്റെ ഫലമാണിത്. 2020 നവംബറിലാണ് പുരാവസ്തു സർവേയും പര്യവേഷണവും ആരംഭിച്ചത്. 293 കിലോഗ്രാം ഭാരമുള്ള 11,405 സെറാമിക് വസ്തുക്കളാണ് ആദ്യം കണ്ടെത്തിയത്. 107 കിലോ ഭാരമുള്ള 11,360 മൃഗങ്ങളുടെ അസ്ഥികൾ, 32 കിലോ ഭാരമുള്ള 1,730 ഷെൽ മെറ്റീരിയലുകൾ, 87 കിലോ ഭാരമുള്ള 685 നിർമ്മാണ സാമഗ്രികൾ, 5 കിലോ ഭാരമുള്ള 191 ഗ്ലാസ് മെറ്റീരിയലുകൾ, 7 കിലോ ഭാരമുള്ള 72 ലോഹ കഷ്ണങ്ങൾ എന്നിവയും കണ്ടെത്തി. മസ്കറ്റ് KMCC അൽ ഖൂദ് ഏരിയ കമ്മിറ്റി ഫാമിലിയ അൽ ഖൂദ് 2024 കുടുംബ സംഗമവും പാചക മത്സരവും സംഘടിപ്പിച്ചു. വൈവിധ്യമാർന്ന വിഭവങ്ങളുമായി ആവേശത്തോടെയാണ് മത്സരാർത്ഥികൾ പങ്കെടുത്തത്. 1ാം സമ്മാനമായ സ്മാർട്ട് TV ഫസ്ന ഫർഹാന സ്വന്തമാക്കി. 2ാം സമ്മാനമായ ഡിന്നർ സെറ്റിന് റഹ്മ ഇക്ബാൽ അർഹയായി. 3ാം സമ്മാനമായ മിക്സി നൗറിൻ യൂനുസ് കരസ്ഥമാക്കി. പാചക മത്സരത്തിൽ ഷെഫുമാരായ ഷിഹാബ്, എൽദോ, ബേസിൽ എന്നിവർ വിധി നിർണ്ണയിക്കുകയും വിജയികളെ പ്രഖ്യാപിക്കുകയും ചെയ്തു. കൂടാതെ കുട്ടികൾക്കും മുതിർന്നവർക്കുമായി കായിക മത്സരങ്ങളും സംഘടിപ്പിച്ചു. മ്യൂസിക്കൽ ചെയർ, കുളംകര, പെനാൽറ്റി ഷൂട്ടൌട്ട്, ചിത്രരചനാ മത്സരം, ലെമൺ സ്പൂൺ തുടങ്ങിയ മത്സരങ്ങളും സംഘടിപ്പിച്ചു. കലാ സാംസ്കാരിക പൈതൃകത്തിന്റെ ഉത്സവ കാഴ്ചകളിലേക്ക് റാസൽ ഖൈമ ഉണർന്നു. 1 മാസം നീളുന്ന റാസൽ ഖൈമ ആർട്ട് ഫെസ്റ്റിവലിന്റെ ആഘോഷങ്ങളിലായിരിക്കും പരമ്പരാഗത ഗ്രാമമായ അൽ ജസീറ അൽ ഹംറ. റാസൽ ഖൈമ ഭരണാധികാരി ഷെയ്ഖ് സൗദ് ബിൻ സഖർ അൽ ഖാസിമി ഉദ്ഘാടനം ചെയ്തു. സമ്പന്നമായ ചരിത്രത്തെയും സംസ്കാരത്തെയും പാരമ്പര്യത്തെയും സൂചിപ്പിക്കുന്നതാണ് ആർട്ട് ഫെസ്റ്റിവൽ എന്ന് ഷെയ്ഖ് സൗദ് പറഞ്ഞു. ദേശീയ, രാജ്യാന്തര പ്രശസ്തരായ 100 കലാകാരന്മാർ ഈ വർഷത്തെ ഉത്സവത്തിൽ പങ്കാളികളാകും. ഇൻ മോഷൻ എന്നതാണ് പൊതുവിഷയം. ചിത്ര പ്രദർശനങ്ങൾ, ഡോക്യുമെന്ററി പ്രദർശനം, ശില്പശാലകൾ, പ്രമുഖരുടെ ക്ലാസുകൾ എന്നിവ നടത്തും. അവാർഡ് നേട്ടത്തിന് അർഹമായ എല്ലാ ചിത്രങ്ങളും മേളയിൽ പ്രദർശിപ്പിക്കും. സാംസ്കാരിക വാർത്തകളിൽ ഉൾപ്പെടുത്താനായി ഇനി പറയുന്ന ഇമെയിൽ വിലാസത്തിൽ വാർത്തകൾ അയയ്ക്കുക. news@pravasibharati.com അല്ലെങ്കിൽ പ്രവാസി ഭാരതി റേഡിയോ ന്യൂസ് @gmail.com. സാംസ്കാരിക വാർത്തകൾ എല്ലാ ദിവസവും UAE ഒമാൻ സമയം രാവിലെ 10:30, സൗദി, ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ് സമയം രാവിലെ 9:30, ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12 മണിക്ക്.